പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് സെപ്റ്റംബർ 8 തിങ്കളാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിയൊക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീട്ടിലേക്ക് വഴിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശുക്രിസ്തു നാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ പരിഹാരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളുണ്ട് ഈശോയെ, കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി, കണ്ടവരുടെ മനുഷ്യൻ്റെ കഴുത്തേ കയറിക്കൊണ്ട് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ലുക്ക 13:21 വായിച്ചേ. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? എന്താ കാര്യം അറിയാവാ? അതൊക്കെ മുമ്പോട്ട് വചനമുണ്ട് അവിടെ, അത് വായിച്ചേ. അതിന്റെ മുകളിലുള്ള വചനം വായിച്ചേ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ ഈ യാത്ര മുഴുവനും കൂടെ കക്ഷികളാ നിൽക്കണത്. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി കർത്താവുമായിട്ട് വളരെ ആ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ നിർവൃതി കൊണ്ട് അഭിഷേകം പ്രാപിച്ച ഒരു വലിയ ആളാണിത്. എല്ലാ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും ഇയാളുണ്ടാവും, പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഇയാളുണ്ടാവും. എല്ലാം കൂടി കേട്ടിട്ട് അവസാനം കർത്താവിനോട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. കേട്ട് കർത്താവുമായിട്ട് നല്ല അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഒരു ഓർഡിനറി മാനാണ്. പക്ഷേ ഈ ഓർഡിനറി മാൻ്റെ കുഴപ്പം എന്താണെന്ന് കഴിഞ്ഞാൽ ഇയാൾ എല്ലായിടത്തും കർത്താവ് ചില സ്ഥലത്തും എല്ലാം ഉണ്ടാവും. കർത്താവിൻ്റെ പ്രസംഗത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാത്രിയും പകരും നാട്ടിലും നഗരത്തിലുമൊക്കെ ഇയാളെ കാണും. അങ്ങനെ ഈശോയോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ അവസാനം ആത്മാർത്ഥമായിട്ട് വിളിച്ച് ചോദിക്കും, കർത്താവേ, ഞാൻ നിൻ്റെ കൂടെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊതിയോടുകൂടി കേട്ടു, എനിക്ക് മനസ്സിലായത് രക്ഷപ്പെടുന്ന ആൾക്കാർ ചുരുക്കമാണെന്നാണ്. ശരിയാണോ? ഞാൻ മനസ്സിലാക്കിയ ശരിയാണോ? എന്താ ഈശോ പറയണമെന്ന് വേണ്ടി അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. എന്താ സംഭവം എന്ന് പറയാം, അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഫിൽട്ടറിങ് ആണ്. ഒരു ഘട്ടത്തിൽ എല്ലാവരും കയറാൻ പറ്റും, അടുത്ത ഘട്ടത്തിൽ കുറച്ച് പേർ കയറാൻ പറ്റും, അടുത്ത ഘട്ടത്തിൽ ചുരുങ്ങി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? എല്ലാവരും രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ പോകെ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടെസ്റ്റ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പട്ടാളക്കാരെ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു നമ്മുടെ ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ട്. അപ്പോൾ അദ്ദേഹം കൊമഡോറായി അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ. അപ്പോൾ അദ്ദേഹത്തിന് 1 സ്റ്റാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കുറേ ടൈം ഉണ്ട് ഇനിയും. അപ്പോൾ ഒരു പക്ഷേ അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 3 സ്റ്റാർ വല്ലതും കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ചെല്ലും തോറും ദൈവരാജ്യം ഏതാണ്ട് ഇതുപോലെയാണ്. വെച്ചാൽ ആ 1 സ്റ്റാർ കൃപയുടെ 1 സ്റ്റാറുള്ളവരുണ്ടാവും, 2 സ്റ്റാറുള്ളവരുണ്ടാവും, 3 സ്റ്റാറുള്ളവരുണ്ടാകും. അത് ദൈവരാജ്യം ഈ ബലപ്രയോഗത്തെ വിധേയമായിരിക്കണം എന്ന് പറയാൻ കാര്യം ഇതാണ്. ഇപ്പോൾ ഓരോരോ ഘട്ടം ചെല്ലുന്തോറും നമുക്ക് പുതിയ ശക്തിയും പുതിയ കൃപയും, അല്ലാതെ ആദ്യത്തെ സിലബസ് തന്നെയല്ല പിന്നെ ഫോളോ ചെയ്യണത്. സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ പണ്ട് വിജയകുമാർ എന്നോട് പറയുമായിരുന്നു, എന്താണ് അച്ഛാ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് പറയും. പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ, അത് ശരിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ടെസ്റ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാർ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.